സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കളമശ്ശേരിയിലുണ്ടായ അപകടത്തിൽ കൊടുങ്ങല്ലൂർ സ്വദേശിയായ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. എറിയാട് കളത്തിപ്പറമ്പിൽ അബ്ദുൾ സലീമാണ് മരിച്ചത്. പാർട്ടി ഫോറത്തിൽ പറയേണ്ട വിമർശനം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നവരെ കോൺഗ്രസിന് വേണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. എതിരാളികൾക്ക് അവസരം നൽകുന്ന പ്രവൃത്തി ആര് ചെയ്താലും നടപടി ഉണ്ടാകുമെന്നും വേണുഗോപാൽ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കളമശ്ശേരിയിലുണ്ടായ അപകടത്തിൽ കൊടുങ്ങല്ലൂർ സ്വദേശിയായ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. സ്വിഗ്ഗി ഡെലിവറി ബോയ് കൊടുങ്ങല്ലൂർ എറിയാട് PSN കവല സ്വദേശി കളത്തിപ്പറമ്പിൽ 41 വയസ്സുള്ള അബ്ദുൾ സലീമാണ് മരിച്ചത്. സൗത്ത് കളമശ്ശേരി മേൽപ്പാലത്തിന് സമീപം ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ആലുവ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സലീമിന്റെ മോട്ടോർ ബൈക്കിന് പിറകിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഈ റോഡിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം പതിവാണെന്ന് പരാതിയുണ്ട്. മീഡിയ ടൈം, കളമശ്ശേരി. പാർട്ടി ഫോറത്തിൽ പറയേണ്ട വിമർശനം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നവരെ കോൺഗ്രസിന് വേണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. എതിരാളികൾക്ക് അവസരം നൽകുന്ന പ്രവൃത്തി ആര് ചെയ്താലും നടപടിയുണ്ടാകും. ആര് എന്ത് ചെയ്താലും 2026 കേരളം UDF ഭരിക്കുമെന്നും KC വേണുഗോപാൽ. നമ്മുടെ ജനാധിപത്യ പാർട്ടിയാണ്. ചർച്ച ചെയ്തിട്ട് ഒരാളെ വിമർശിച്ച ഉടനെ നമ്മൾ 52 വട്ടമൊന്നും വിട്ടില്ല. വിമർശിക്കുന്നവരെ സ്വീകരിക്കുന്ന പാർട്ടിയാണ്. ആരെയും വിമർശിക്കാം. പാർട്ടി ഫോറത്തിൽ വിമർശിക്കാനുള്ള ഫോറം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം DCC പ്രസിഡന്റിനാണ്. ആർക്കും വിമർശിക്കാം. പക്ഷേ ഇതിട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ വിമർശിക്കാതെ മാധ്യമങ്ങളുടെ മുന്നിൽ കലക്കാൻ പോയാൽ അത്തരം കോൺഗ്രസ് നേതാക്കന്മാർ പാർട്ടിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് ഒരു മടിയുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മടിയുമില്ല. കാരണം നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചു, ഇത് ഡു ഓർ ഡൈ പോരാട്ടമാണ്. നമ്മൾ 2026 ആരെന്ത് വിചാരിച്ചാലും അധികാരത്തിൽ വരും. അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിനകത്ത് ചോർച്ച പറ്റത്തില്ല. ഇത് ഒന്നിച്ചുള്ള പോരാട്ടമാണ്. എതിരാളികളെ അത് ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളത്. തൃശൂർ UDFിൻ്റെതാണെന്ന ബോധ്യം ആദ്യം ഉണ്ടാകണം. തൃശൂരിൽ UDF പ്രഭാവം വീണ്ടെടുക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. തൃശൂരിൽ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ യോഗവും ID കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യവെയാണ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും തെക്കൻ കേരളത്തിൽ കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ഭാരതീയ റിസർവ് ബാങ്കിന്റെയും തൃശൂർ ജില്ലാ ലീഡ് ബാങ്കിന്റെയും ആഭിമുഖ്യത്തിൽ ബാങ്ക് അക്കൗണ്ടുകളുടെ KYC ക്യാമ്പ് സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്തിലെ ബാങ്കുകളുടെ സഹകരണത്തോടെ മാള പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നീടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മുടക്കം വന്നപ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചത്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ബാങ്കിൽ അക്കൗണ്ട് ചേർന്നിട്ട് 10 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആധാറിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അഡ്രസ്സിൽ, പേരിൽ, ഡേറ്റ് ഓഫ് ബർത്ത് പല വ്യത്യാസങ്ങളും ആധാറിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആധാറും ബാങ്ക് അക്കൗണ്ടായിട്ട് നമുക്കത് ജോയിൻ ചെയ്തുകൊണ്ട് അതിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആശുപത്രി കേസല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കേസിലേക്ക് വന്ന് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ ചെല്ലുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റാതെ ഡ്രോപ്പ് ചെയ്ത് എടുക്കാനുള്ളത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബശ്രീക്കാരായാലും പൊതുസമൂഹത്തിലുള്ളവരായാലും ഇത് അറിഞ്ഞ് മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ വരാൻ പറ്റാത്തവർക്ക് ഏത് ബാങ്കുകളിലാണ് അക്കൗണ്ട് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ചെന്ന് നമുക്കത് പുനർജീവൻ കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതാണ്.
എന്തായാലും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹാളിൽ നമ്മുടെ കുടുംബശ്രീക്കാർക്കും മറ്റുള്ളവർക്കും ഈ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് എത്തിയവർ എല്ലാവർക്കും ബാങ്ക് ഓഫ് ബറോഡ DGM അനിഷ് കുമാർ കേശവൻ അധ്യക്ഷത വഹിച്ചു. RBI LDOT കെ ശ്രീകാന്ത്, SBI റീജിയണൽ ഹെഡ് ആർ രഞ്ജിനി, ഇസാഫ് EVP സുദേവ് കുമാർ, SIBM GM റാണി സച്ചാറിയ എന്നിവർ സംസാരിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ തീരദേശ മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPIM പൊയ്യ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിപ്പറമ്പിലെ ജലനിധി ഓഫീസിനു മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CPIM ആള ഏരിയ കമ്മിറ്റി അംഗം IS അക്ഷയ് സമരം ഉദ്ഘാടനം ചെയ്തു. VS ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. KJ ഷൈമോൻ, റപ്പായ അമ്പൂക്കൻ, AS വിജീഷ്, രമാ ബാബു, പ്രിയ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ അന്നമനട പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. AIKS ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് കോച്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ പഞ്ചായത്ത് കൺവെൻഷനിലും നല്ല കർഷക പങ്കാളിത്തമുണ്ടായിരുന്നു. ഇപ്പോൾ പൊയ്യലായാലും കുഴൂരായാലും അഷ്ടംതറയിലായാലും നല്ല പങ്കാളിത്തത്തോടെയായിരുന്നു കൺവെൻഷനെല്ലാം നടന്നത്. നമുക്കറിയാം ജില്ലാ അടിസ്ഥാനത്തിൽ വരുന്ന എല്ലാ ക്യാമ്പയിനുകളും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തൃശ്ശൂർ ജില്ലയിൽ നടത്തപ്പെടുന്ന ഒരു മണ്ഡലമാണ് മാളമണ്ഡലം. CPIM ലോക്കൽ സെക്രട്ടറി KK ബിനീഷ്, TK ഗോപി, ശ്രീജിത്ത് പ്ലാശ്ശേരി, ഇന്ദിരാ ദിവാകരൻ, OC രവി, TK രാജൻ എന്നിവർ പങ്കെടുത്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ മേത്തല ശാഖയുടെ വാർഷിക പൊതുയോഗം നടന്നു. സംസ്ഥാന ബോർഡ് മെമ്പർ AR സുബ്രഹ്മണ്യൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മജർക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കുവാൻ തയ്യാറാകണമെന്ന് സുബ്രഹ്മണ്യൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ശാഖ പ്രസിഡന്റ് TP രാജൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് സെക്രട്ടറി TB സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. സിനിമ സീരിയൽ ആർട്ടിസ്റ്റായ ശശികുമാർ പറവൂർ, താലൂക്ക് പ്രസിഡന്റ് MK പുരുഷോത്തമൻ, മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി TK കലാശിവൻ എന്നിവർ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നിർവഹിച്ചു. ചടങ്ങിൽ ശാഖയിലെ മുതിർന്ന അംഗങ്ങൾക്ക് ഓണക്കോടി നൽകി ആദരിച്ചു. EK ധർമ്മദേവൻ, PP ഷാലിമോൻ, AS വിജയകുമാർ, PC രാജിമോൾ, NK അനിൽകുമാർ, കണ്ണൻ, സാവിത്രി പ്രഭാകരൻ, രജനി സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് TB സുധി മുതലായവർ സംസാരിച്ചു. മാള അണ്ണല്ലൂർ ജൂബിലി നഗർ ഇടവക ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനും ഊട്ടുനേർച്ച ആഘോഷങ്ങൾക്കും തുടക്കമായി. ആഘോഷങ്ങളുടെ ഭാഗമായി കുഴിക്കാട്ടുശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജന്മഗൃഹത്തിൽ നിന്നും ദീപശിഖ പതാക പ്രയാണം നടന്നു. ദീപശിഖ പ്രയാണത്തിന് ജൂബിലി നഗർ ഇടവകയിൽ സ്വീകരണം നൽകി. തുടർന്ന് വിശുദ്ധ കുർബാന, വാഹന വെഞ്ചിരിപ്പ് എന്നിവ നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഓഗസ്റ്റ് 5 ചൊവ്വാഴ്ച വൈകിട്ടിന് കൊടിയേറും. ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ചയാണ് തിരുനാൾ. ആലത്തൂർ ALP സ്കൂളിൽ ചങ്ങാതിക്കൊരു തൈ പദ്ധതി ആരംഭിച്ചു. PTA പ്രസിഡന്റ് KJ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ഒരു തൈ നടാം വൃക്ഷവൽക്കരണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവന്ന തൈകൾ പരസ്പരം കൈമാറി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് PM ജിൻസ, അധ്യാപകരായ CG അനൂപ്, ഹൃദിക് KT, ഗോവിന്ദ് M, രശ്മി NS, കൃഷ്ണപ്രിയ TR, MPTA പ്രസിഡന്റ് പ്രിൻസി പൗലോസ് എന്നിവർ നേതൃത്വം നൽകി. കേരള പ്രവാസി സംഘം ചാലക്കുടി ഏരിയ സമ്മേളന പ്രചരണാർത്ഥം കാടുകുറ്റി ടറഫ് കോർട്ടിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി MK ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് PV അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ഹബീബ് റഹ്മാൻ മുഖ്യാതിഥിയായി. ഹാഷിം അമ്പാടൻ, CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ, പ്രവാസി സഹകരണ സംഘം പ്രസിഡന്റ് AS താജുദ്ദീൻ, സംഘാടക സമിതി കൺവീനർ PV ഷാജൻ, ഫുട്ബോൾ ടൂർണമെന്റ് കൺവീനർ VP സെബാസ്റ്റ്യൻ, PN വേണുഗോപാൽ, ഷാനു അയ്യാരിൽ എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ഹക്ക് വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. വ്യക്തിഗത ട്രോഫികൾ അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് വിതരണം ചെയ്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് ആരോപിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ CPIM കൃഷ്ണൻകോട്ട ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് കൃഷ്ണൻകോട്ട കടവിൽ നടന്ന പ്രതിഷേധ പരിപാടി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് KR സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു നിയമസഭയിൽ മത്സരിച്ചാൽ 2000 2500 വോട്ട് കിട്ടിയാൽ ബാക്കി ഇത്രയേ ഉള്ളൂ CPIM. പക്ഷേ 36 MLA-മാരുള്ള കോൺഗ്രസിന്റെ ഏതെങ്കിലും MLA-മാർ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്, ഛത്തീസ്ഗഡിൽ സമരം ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? അവിടെ നയം വേറെയാണ്.
രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അവളെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ സന്ദർശിക്കുന്നത് നിങ്ങൾ എവിടെങ്കിലും കണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ പണി അവസാനിപ്പിക്കാം. 9 ദിവസം പ്രിയപ്പെട്ട കന്യാസ്ത്രീമാർ പ്രീതി ഫ്രാൻസിസും അതുപോലെ തന്നെ വന്ദനയും ആ അകത്ത് കിടക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ സഹോദരി, ഈ കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ആരെങ്കിലും നിങ്ങൾ കണ്ടോ? അവർ നിൽക്കില്ല. മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അധ്യക്ഷത വഹിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി KJ ഷൈമോൻ, VS ലക്ഷ്മണൻ, CR ജോസഫ്, വാർഡ് മെമ്പർ പ്രിയ ജോഷി എന്നിവർ പങ്കെടുത്തു. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ അനീതിപരമായ പ്രവർത്തനത്തിൽ അപലപിച്ചും എല്ലാ രാഷ്ട്രീയക്കാരും പാർട്ടികളും രാഷ്ട്രീയം മാറ്റിവെച്ച് FIR റദ്ദാക്കാൻ വേണ്ട നടപടികൾ എടുക്കണമെന്നും ആവശ്യപ്പെട്ട് 2020 മാളയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. സണ്ണി പള്ളിപ്പാടൻ, ജോയ് ചേരിയേക്കര, ലിസി ഡേവിസ്, സിജോ നെരേപ്പറമ്പിൽ, രാജു മേലടത്ത്, ജാൻസൺ ജോസഫ്, ജോളി കുഴൂർ എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ അന്യായമായി കുറ്റം ആരോപിച്ചാണ് ജയിലിൽ അടച്ചതെന്ന് ആരോപിച്ച് മടത്തുമടി സെന്റ് അഗസ്റ്റിൻ ഇടവക അംഗങ്ങൾ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. വികാരി ഫാദർ ലെൻറ്റോ തളിയനായത്ത് നേതൃത്വം നൽകി. കൈക്കാരന്മാരായ വർഗീസ് ആലുക്കൽ, തോമസ് വിധേയത്തിൽ, ജോസഫ് തട്ടകത്ത് എന്നിവർ പങ്കെടുത്തു. രാജ്യത്തിന്റെ വിവിധ തലങ്ങളിൽ ദിവസങ്ങളൊക്കെ ഇത്രയും പ്രതിഷേധങ്ങൾ നടന്നിട്ടും അതിനെതിരെ കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ആരോടുമുള്ള വെല്ലുവിളിയല്ല, മറിച്ച് നമുക്ക് ലഭിക്കേണ്ട, നമ്മൾ ഇവിടെ ജനിച്ചു വളർന്നിട്ടുള്ള നമ്മുടെ പൂർവികര് അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കൈമാറ്റം ചെയ്യപ്പെട്ട നമ്മുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചെറുത്ത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം, കളമശ്ശേരിയിലുണ്ടായ അപകടത്തിൽ കൊടുങ്ങല്ലൂർ സ്വദേശിയായ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. എറിയാട് കളത്തിപ്പറമ്പിൽ അബ്ദുൾ സലിമാണ് മരിച്ചത്. പാർട്ടി ഫോറത്തിൽ പറയേണ്ട വിമർശനം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നവരെ കോൺഗ്രസിന് വേണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. എതിരാളികൾക്ക് അവസരം നൽകുന്ന പ്രവൃത്തി ആര് ചെയ്താലും നടപടി ഉണ്ടാകുമെന്നും വേണുഗോപാൽ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.